Hey guys, welcome back. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങൾ പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലോട്ട് പോകുന്ന വഴിക്ക് ജസ്റ്റ് മാപ്പിൽ അട്രാക്ഷൻസ് നിയർ മീ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി. കാരണം ഞങ്ങൾക്ക് ഒത്തിരി ടൈം ഉണ്ടായിരുന്നു. ബാങ്കോക്കിൽ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ലാവിഷ് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെച്ച് എന്തെങ്കിലും പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ മാപ്പിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഈ ഒരു പ്ലേസ് മാപ്പിൽ കാണിച്ചു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ നോക്കി റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണല്ലോ. ഫോട്ടോസ് നമുക്കിങ്ങനെ ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം. പിന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, ഇത്രയും ലൈറ്റപ്പ് ചെയ്തിട്ടുള്ളൊരു സ്ഥലം നമ്മളിങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ വേഗം തന്നെ ഞങ്ങൾ മാപ്പിൽ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എന്ന് പറയുന്നത് പെർ ഹെഡ് ഒരു 800 റേറ്റിൽ വരും. നമുക്കതിൽ ഒരു ഡ്രിങ്ക്സ്, അതായത് അവരുടെ ഒരു കഫേ ഉണ്ട് ഉള്ളിൽ, അവിടെ നിന്ന് നമുക്കൊരു ഫ്രീ ഡ്രിങ്ക്സ് ഉൾപ്പെടെ ഇത് ഫുള്ള് കാണുന്നതിൻ്റെ ഒരു റേറ്റാണ് ഈ 800 എന്ന് പറയുന്നത് പെർ ഹെഡ്. ലൈറ്റിംഗ് ഒക്കെ ഓരോ സെക്ഷനായിട്ട് ഓരോ റൂം തിരിച്ച് അങ്ങനെ അവർ പല പല സെക്ഷനായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ലാൻറ്റേണിൻ്റെ റൂമായിരുന്നു. പല ടൈപ്സ് ഓഫ് ലാൻറ്റേൺസൊക്കെ ഹാങ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി ഒരു റൂമായിരുന്നു ഇത്. ഒളിച്ച് കാണാം. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാം സാവകാശം നല്ലോണം കണ്ട് നടന്ന് പോകാനുള്ളൊരു സ്പേസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് പേര് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വന്ന ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഈ നമ്മളുടെ അവരുടെ ഒരു എന്താ പറയുക, തായ്ലൻഡിൻ്റെ ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല മേക്കപ്പൊക്കെ ഇട്ട് നല്ല മോഡൽസിനെ പോലുള്ള കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് സ്പേസിൽ അവർ ഫോട്ടോസ്, ഓരോ സ്പേസിലും ഫോട്ടോസ് എങ്ങനെ എടുക്കണം, ഏത് രീതിയിൽ നിന്നാൽ ലൈറ്റ് നല്ല രീതിയിൽ വരും എന്നുള്ളതൊക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാനുവൽ പോലെ ഒരു വാളിൽ ഫുള്ള് അങ്ങനെ ഫോട്ടോസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അത് വെച്ചിട്ട് കുറേയൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഈ കുറച്ചുകൂടെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് കിട്ടും ഫോട്ടോസൊക്കെ. ഈ ഒരു സെക്ഷൻ വന്നിട്ട് നമ്മളുടെ പ്ലാനറ്റ്സ്, സ്റ്റാർസ്, മൂൺ, സൺ അങ്ങനത്തെ ആ ഒരു കൺസെപ്റ്റിൽ വരുന്നൊരു സെക്ഷനാണ്. അപ്പം ഇവിടെ നമ്മളുടെ മൂണൊക്കെ ഇങ്ങനെ ഒരു ലൈറ്റപ്പ് ചെയ്തിട്ട് നമ്മൾക്കിങ്ങനെ ഫോട്ടോ എടുക്കണം. ശരിക്കും നമ്മൾ മൂണിനെ ഇങ്ങനെ അടുത്ത് കാണുന്ന പോലൊരു ഫീലാണ്. പിന്നെ ഏലിയൻസിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ക്രീൻസ് ഉണ്ട്, LED സ്ക്രീൻസ് ഇങ്ങനെ ഫുള്ള് വന്നിട്ട് ഇത് കണ്ടോ. ഇപ്പോൾ ഈ സ്ക്രീനിൽ ഇങ്ങനെ ഓരോന്നും മൂവ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്ന പോലെ ആയിരുന്നു. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓടി നടന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിരുന്നു. ഒത്തിരി സമയം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. കാരണം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ലൈറ്റപ്പൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആഹാ, ഇതെന്ത് ചെയ്യുക? ഈ ഒരു സെക്ഷൻ വന്നിട്ട് ഫ്ലവേഴ്സിൻ്റെ പോലത്തെ ഗാർഡൻ പോലത്തെ ഒരു സെറ്റപ്പാണ് ചെയ്തിരുന്നത്. ലൈറ്റ് വെച്ചിട്ട് ഒരുപാട് ട്രീസ്, ഫ്ലവേഴ്സ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും ഒരു ഡ്രീം ഗാർഡൻ അല്ലെങ്കിൽ ഒരു ഡ്രീമി പ്ലേസിലെത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു നമുക്ക്. ഇത് മൊത്തം ഗ്ലാസ്സാ? അച്ഛനമ്മ നിങ്ങൾ ഗ്ലാസ്സിലാണ് കാണുന്നത്.
ഭയങ്കര കളർഫുള്ള്. ലൈറ്റൊക്കെ കണ്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി അവരുടെ കഫേയിലോട്ട് പോകാനായിട്ട് ഇച്ചിരി ദൂരം നടക്കാനുണ്ടായിരുന്നു. പക്ഷേ ആ നടക്കുന്ന വഴിയും നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആർട്ടിഫിഷ്യൽ ചെറി ബ്ലോസം പ്ലാന്റ്സ്, ഓറഞ്ചിൻ്റെ പ്ലാന്റ്സ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് അവിടെ സ്പ്രേ പെയിൻറ്റിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് പഴയ കാറ് അങ്ങനത്തെ വാള്, ഗ്രഫിറ്റി വാൾസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ പെയിൻറ്റ് ബോട്ടിലിന് കാശ് കൊടുക്കണം. എന്നിട്ട് നമുക്കതവിടെ നമ്മളുടെ ഇഷ്ടത്തിന് ഗ്രഫിറ്റിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡ്രോ ചെയ്യാം. പിന്നെ ഒത്തിരി ഇങ്ങനെ ബലൂൺസിൽ ഇപ്പം എന്താ പറയുക, ഹോട്ട് എയർ ബലൂൺ പറയില്ലേ, അങ്ങനത്തെ ഹോട്ട് എയർ ബലൂൺസിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതുമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊരു കോഫിയൊക്കെ കുടിച്ചു കഫേന്ന്. നമുക്കത് ഫ്രീ ആയിരുന്നു, അതൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ തിരിച്ചു പോവുകയാണ് ബാങ്കോക്കിലോട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.